ദി ഗ്രേറ്റ് ലെജൻഡറി ബോക്സർ മുഹമ്മദ് അലി പറഞ്ഞിരുന്നു, ഞാൻ എൻ്റെ ട്രെയിനിങ്ങിലെ ഓരോ മിനിറ്റിനെയും വെറുത്തിരുന്നു. എന്നാൽ എന്നിട്ടും സ്വയത്തോട് പറയുമായിരുന്നു, നിർത്തരുത്, ഇപ്പോൾ വേദന അനുഭവിച്ചോളൂ, പിന്നീട് ഭാവിയിൽ പൂർണ്ണമായും ജീവിതത്തിൽ ഒരു ചാമ്പ്യനായി ജീവിക്കണം എന്ന്. ജീവിതത്തിൽ ഏതെങ്കിലും സ്കിൽ മാസ്റ്ററി നേടണമെങ്കിൽ, ഏതെങ്കിലും പുതിയ ശീലത്തെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അതുപോലെ എന്തെങ്കിലും ജീവിതത്തിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും കാര്യത്തിൽ മികവ് കാണിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ദിവസേന ചെയ്യേണ്ട പരിശീലനത്തിൽ ശ്രദ്ധിക്കേണ്ടത് കൺസിസ്റ്റൻസി എന്ന കീയിലാണ്. ഈ കൺസിസ്റ്റൻസി എന്ന കാര്യം കേൾക്കുമ്പോൾ നല്ലതായി തോന്നുന്നുണ്ടാകും. എന്നാൽ ഇത് ജീവിതത്തിൽ നിത്യേന ചെയ്യുക എന്നത് വളരെ പ്രയത്നം നിറഞ്ഞ ഒരു കാര്യം തന്നെയാണ്. അതിന് ചില കാരണങ്ങളുമുണ്ട്. ഏതുപോലെ ദിവസവും കാര്യങ്ങൾ ചെയ്യാൻ തോന്നാതിരിക്കുക, അച്ചടക്കത്തോടെ ജീവിക്കാതിരിക്കുക, ഒട്ടും തന്നെ മോട്ടിവേഷൻ ഇല്ലാതെ ജീവിക്കുക. കാലങ്ങളായി ഇതൊന്നും കൺസിസ്റ്റൻ്റായി ചെയ്യാത്തതിൻ്റെ കാരണം കൊണ്ട് തുടക്കത്തിൽ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതായി നമുക്ക് തോന്നാറുണ്ട്. ഗുജറാത്ത് ലെജൻസിനെതിരായ RCBയുടെ മത്സരത്തിൽ 55 പന്തിൽ 150 റൺസ് നേടിയ ശേഷം വിരാട് കോഹ്ലി പറഞ്ഞു, ഇത് ബോധപൂർവമായ ശ്രമമാണെന്ന്. സത്യം പറഞ്ഞാൽ സ്ഥിരതയുടെയും പരിശ്രമങ്ങളുടെയും ശരിയായ ശീലങ്ങളുടെയും ശക്തി. ഇപ്പോൾ നമുക്കിതെല്ലാം അറിയാം. എന്നാൽ എന്തുകൊണ്ടാണ് എല്ലാം അറിഞ്ഞിട്ടും നമുക്ക് സ്ഥിരമായി നിലകൊള്ളാൻ സാധിക്കാതെ വരുന്നത്? എന്തുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ലക്ഷ്യങ്ങൾക്കായി ദിവസവും നിരന്തരമായി പ്രവർത്തനം ചെയ്യാത്തത്? പ്രാക്ടിക്കൽ അതുപോലെ യാഥാർത്ഥ്യബോധമുള്ളതുമായ ഒരു രീതി പിന്തുടരുന്നതിലൂടെ നമുക്ക് എങ്ങനെ സ്ഥിരതയുള്ള വ്യക്തിയായി മാറാം? വരൂ മനസ്സിലാക്കാം. നമ്പർ 1, സ്വയത്തിന് ഒരു റിയലിസ്റ്റിക്കായ ടാർഗറ്റ് കൊടുക്കാൻ ശ്രദ്ധിക്കുക. നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണിത്. അതായത് ഏതെങ്കിലും ഒരു കാര്യത്തിൽ സ്ഥിരമായി നിലകൊള്ളാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ നമ്മൾ നമ്മളോട് തന്നെ പറയാറുണ്ട്, ഇനി ജീവിതം മുഴുവൻ ഈ ഒരു ശീലത്തിൽ ഞാൻ ഉറച്ചിരിക്കും എന്നൊക്കെ. അതിരാവിലെ എഴുന്നേൽക്കുന്ന ശീലം വേണമെന്ന് ആഗ്രഹിക്കുമ്പോൾ സ്വയത്തോട് പറയും, മതി, ഇനി മുതൽ ഒരു കാര്യം മാത്രമേ ഞാൻ ചെയ്യുകയുള്ളൂ, ദിവസവും അതിരാവിലെ തന്നെ എഴുന്നേൽക്കുന്ന ശീലത്തിൽ ശ്രദ്ധിക്കുക എന്നത്. ഇതിലൂടെ ഞാൻ എൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം കൊണ്ടുവരുമെന്നൊക്കെ ചിന്തിക്കും. ആരംഭിക്കുമ്പോൾ വളരെയധികം സ്മാർട്ടായി ഉത്സാഹത്തോടു കൂടി നിങ്ങൾ ആ കാര്യം തുടങ്ങും. എന്നാൽ ദിവസങ്ങൾ മുന്നോട്ട് പോകവേ പതുക്കെ പതുക്കെ പഴയ ശീലത്തിലേക്ക് മടങ്ങിപ്പോകുന്നതും കാണാം. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? പറയാൻ തുടങ്ങും, ജീവിതം മുഴുവൻ ഇത് പാലിക്കാമെന്ന് ചിന്തിച്ചല്ലോ, ഇതൊന്നും പ്രാവർത്തികമാക്കാൻ പറ്റുന്നതായിരിക്കില്ല. എന്താണോ എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് ചിന്തിക്കുന്നത് അത് ശരിയല്ല എന്ന് പതിയെ തോന്നിത്തുടങ്ങും. നിങ്ങൾക്കും നിങ്ങൾ വെച്ചിരിക്കുന്ന ഗോളിനും കുഴപ്പമില്ല. എന്നാൽ പ്രശ്നം എന്താണെന്നറിയാമോ? റിയലിസ്റ്റിക്കായി നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്ന ടൈം പീരീഡിലാണ്. അതിനാൽ ഏതൊരു പുതിയ ശീലം കൊണ്ടുവരാൻ ആഗ്രഹിക്കുമ്പോഴും ഒരിക്കലും ജീവിതം മുഴുവൻ ഞാനിത് പാലിക്കും എന്നൊരു വാക്ക് ആദ്യമേ തന്നെ പറയാൻ ശ്രമിക്കരുത്. ഇതിന് പകരമായി എന്ത് ചെയ്യണം? ഈ വരുന്ന ഒരാഴ്ച ഞാൻ ദിവസവും അതിരാവിലെ എഴുന്നേൽക്കുന്ന ശീലം ചെയ്ത് പരിശ്രമിക്കും. അതിനുശേഷം പിന്നെ അടുത്ത ആഴ്ചയെക്കുറിച്ച് ചിന്തിക്കാം എന്ന് മനസ്സിനോട് പറയണം. തൻ്റെ സമ്പൂർണ്ണ ശ്രദ്ധയും ഈ ഒരാഴ്ചയിലെ ദിനചര്യയിലേക്ക് വെച്ചിരിക്കണം. ഏതൊരു കാര്യവും സ്ഥിരതയോടുകൂടി ചെയ്ത് മുന്നോട്ട് പോകുന്നതിന് വേണ്ടി സ്പെസിഫിക്കായ സമയം അതിനുവേണ്ടി നിങ്ങൾക്ക് സെറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസം അങ്ങനെയെല്ലാം സെറ്റ് ചെയ്യുക. അതിലും കൂടുതലുള്ള ടൈം പീരീഡ് ഒന്നും സെറ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. സ്ഥിരീകരിച്ചിരിക്കുന്ന വെല്ലുവിളിയെ ഒരാഴ്ചയെങ്കിലും കൃത്യമായി ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ വെല്ലുവിളി എന്നെന്നും നന്നായി ചെയ്യുന്നുണ്ടോ എന്ന കാര്യത്തിലായിരിക്കണം. ഒരു മിനിറ്റ്, സീരിയസ് ആയിട്ട് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ നടുവിൽ ഇൻ്ററപ്റ്റ് ചെയ്യുന്നതിൽ ക്ഷമിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനുള്ളത് കൊണ്ടാണ് വന്നത്. നമ്മൾ ഇതിനു മുൻപും ഒരുപാട് കൺസിസ്റ്റൻസിയെ പറ്റിയും ഡിസിപ്ലിനെ പറ്റിയൊക്കെ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുള്ള സമയത്തും പലരും ആ വീഡിയോ കണ്ടതിന് ശേഷവും അവർക്ക് പല കാര്യങ്ങളും കൺസിസ്റ്റൻ്റ് ആയിട്ട് ഫോളോ ചെയ്യാനായിട്ട് പറ്റുന്നില്ല എന്നുള്ളത് നമുക്ക് മെയിലിലൂടെയും കമൻറ്റിലൂടെയും ഒക്കെ അറിയിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ളവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇത് ചിന്തിക്കുന്ന സമയത്തായിരുന്നു ഒരു മോട്ടിവേഷൻ കമ്മ്യൂണിറ്റിയോടൊപ്പം നമ്മളോടൊപ്പം നിങ്ങളെയും കൂടി സഞ്ചരിപ്പിച്ചാലോ എന്നുള്ള രീതിയിൽ ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് നിങ്ങൾക്ക് വേണ്ടി അടുത്ത 90 ദിവസത്തേക്ക് നിങ്ങളെ പേഴ്സണലി വിളിച്ച് മോട്ടിവേറ്റ് ചെയ്യാനും നിങ്ങളെ ഗൈഡ് ചെയ്യാനും ഒക്കെ ആയിട്ട് നിങ്ങൾ പ്രോപ്പറായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താനും നിങ്ങൾ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ ശകാരിക്കാനും ഒക്കെ ആയിട്ട് ഒരു പേഴ്സണൽ മെന്ററെ നൽകിക്കൊണ്ട് ലൈഫിലെ മറ്റു പല ഏരിയാസും പ്രോപ്പറായിട്ട് ഇമ്പ്രൂവ് ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള സ്ട്രാറ്റജീസും ടൂൾസും ഗൈഡൻസും ഒക്കെ നൽകിക്കൊണ്ട് നമ്മൾ ഫാസ്റ്റ് റീബൂട്ട് എന്നുള്ള പ്രോഗ്രാം ആരംഭിച്ചിട്ടുണ്ടായിരുന്നു.
ലൈഫിൽ കൺസിസ്റ്റൻസിയും ഡിസിപ്ലിനും ഇല്ലാതിരുന്ന പല ആളുകൾക്കും ഇത്തരത്തിലുള്ള ഒരു സപ്പോർട്ടിലൂടെ അവരുടെ ലൈഫ് തന്നെ ട്രാൻസ്ഫോം ആവുന്നതും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. 90 ദിവസം നിങ്ങളോടൊപ്പം ഒരു മെന്ററെ ട്രാവൽ ചെയ്യുക, നിങ്ങൾക്ക് വേണ്ടിയിട്ട് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഷെഡ്യൂള്, എഫക്റ്റീവ് സ്ട്രെസ് മാനേജ്മെന്റ് ടെക്നിക്സ്, അങ്ങനെയുള്ള പല കാര്യങ്ങളും കസ്റ്റമൈസ് ചെയ്യുക എന്ന് പറയുന്ന സമയത്ത് അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഒരു എമൗണ്ട് എന്നുള്ളതും പേ ചെയ്യേണ്ടതായിട്ട് വരും. അതിന് ഓക്കെ ആയിട്ടുള്ള വ്യക്തികളെ നമ്മളുടെ ടീമും സപ്പോർട്ട് ചെയ്യാനായിട്ട് തയ്യാറാണ്. സോ തീരുമാനം എടുക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ലക്ഷ്യത്തിലെത്തിക്കാൻ ഞങ്ങൾ കൂടെയുണ്ട്. താഴെ ഡിസ്ക്രിപ്ഷനിലും പിൻ കമന്റിലും ആയിട്ട് ഒരു രജിസ്ട്രേഷൻ ഫോം കൊടുക്കുന്നുണ്ട്. അതിൽ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് ഒന്ന് രജിസ്റ്റർ ചെയ്തേക്കുക. നമ്മളുടെ കൺസൾട്ടേഷൻ ടീമിൽ നിന്ന് നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നുണ്ടാവും. കൂടെ താഴെ തന്നെ നമ്മുടെ വാട്സപ്പ് ലിങ്കും കൊടുക്കുന്നുണ്ട്. വാട്സപ്പ് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അതിലേക്ക് കൂടി നമുക്കൊരു മെസ്സേജ് ചെയ്തേക്കുക. നമ്പർ 2, ആക്ഷൻസ് ഇൻഫ്ലുവൻസ് മോട്ടിവേഷൻ. നിങ്ങളും ഇങ്ങനെ ചിന്തിക്കുന്നവരാണോ? ഒരു കാര്യം ചെയ്യുന്നതിന് വേണ്ടി അതിനുള്ള മോട്ടിവേഷനാണ് ആദ്യം ഉള്ളിൽ ഉണ്ടാകേണ്ടതെന്ന്? അങ്ങനെ ചിന്തിക്കുന്നവരാണെങ്കിൽ അത് തെറ്റാണ്. ഞാനും മുമ്പ് നിങ്ങളെപ്പോലെ തന്നെ ചിന്തിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. നമ്മൾ പലരിൽ നിന്നും ഇത് കേട്ട് വന്നിട്ടുള്ളതാണ്. അതായത് മോട്ടിവേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്യാൻ തുടങ്ങുമെന്ന്. എന്നാൽ യഥാർത്ഥത്തിൽ നടക്കുന്നത് എന്താണ്? ആ കാര്യം ചെയ്യുന്നതിന് വേണ്ടി മോട്ടിവേഷൻ എപ്പോഴാണ് ഉണ്ടാകുക എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കും. എന്നാൽ പലപ്പോഴും മോട്ടിവേഷനെല്ലാം ഉണ്ടാകുന്നുണ്ട്, എന്നാൽ നമുക്ക് കാര്യത്തിലേക്ക് അതിനെ കൊണ്ടുവരാൻ സാധിക്കാതെ വരുന്നു. ഇങ്ങനെ തന്നെ ജീവിതം മുഴുവൻ തള്ളി നീക്കാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? മോട്ടിവേഷൻ ഉണ്ടെങ്കിലേ ഞാൻ കാര്യങ്ങൾ ചെയ്യുകയുള്ളൂ എന്ന് പറഞ്ഞ് ജീവിക്കുകയാണോ വേണ്ടത്? ഇത് വളരെ തെറ്റായതും അലസത നിറഞ്ഞതുമായ ഒരു തീരുമാനമാണ്. സുഹൃത്തുക്കളെ, ഒരു കാര്യം മനസ്സിലാക്കണം. നല്ല രീതിയിൽ ഒരു കർമ്മം ചെയ്യാൻ മോട്ടിവേഷൻ ഉണ്ടെങ്കിലേ സാധിക്കുകയുള്ളൂ എന്നൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. എന്നാൽ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത്? നിങ്ങൾ ആക്ഷൻ ചെയ്തുകൊണ്ട് മുന്നോട്ട് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളിലുണ്ടാകുന്ന മോട്ടിവേഷൻ നിങ്ങളെക്കൊണ്ട് കൂടുതൽ ആക്ഷൻസ് ചെയ്യാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതിനാൽ വർക്ക് ഹോളിക് ആയിട്ടുള്ള ആൾക്കാരെ നോക്കൂ. അവർ മോട്ടിവേഷനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കില്ല, അവർ പ്രവൃത്തിയിലേക്കാണ് ശ്രദ്ധിക്കുക. അവർ എപ്പോഴും എന്തെങ്കിലും പ്രവൃത്തി ചെയ്തുകൊണ്ടേയിരിക്കും. എന്തുകൊണ്ടെന്നാൽ അവരുടെ ഉള്ളിൽ പ്രവൃത്തി ചെയ്യുക എന്ന ഒരു കാര്യമാണ് ഉണ്ടാകുക. അതിനാൽ സുഹൃത്തുക്കളെ, ഈ കാര്യം മനസ്സിൽ നിന്ന് മാറ്റിക്കൊള്ളുക. മോട്ടിവേഷൻ വന്നാൽ മാത്രമേ ഞാൻ കാര്യം ചെയ്യുകയുള്ളൂ എന്ന കാര്യം. ഇനി ഉള്ളിൽ സൂക്ഷിച്ചു വെക്കേണ്ട കാര്യം എന്താണ്? നല്ല പ്രവൃത്തികൾ, കർമ്മങ്ങൾ, ഇങ്ങനെയുള്ളവ നമ്മൾ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ തുടർന്നും അതുപോലുള്ള കർമ്മങ്ങൾ ചെയ്യാൻ മോട്ടിവേഷൻ നമുക്കുള്ളിൽ സൃഷ്ടിക്കപ്പെടും എന്നതാണ്. ഇതിനെയാണ് ഡു സംതിങ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇത് ചെയ്യാൻ നിങ്ങളെ ഡേവിഡ് എല്ലൻ സൃഷ്ടിച്ചിട്ടുള്ള ദ 2 മിനിറ്റ് റൂൾ സഹായിക്കും. അഥവാ നിങ്ങൾക്ക് പഠിക്കാൻ തോന്നുന്നില്ലെങ്കിൽ അപ്പോൾ സ്വയത്തോട് ഇങ്ങനെ പറയണം: ഞാൻ കേവലം 2 മിനിറ്റ് മാത്രമേ പഠിക്കാൻ പോകുന്നുള്ളൂ, അതിൽ കൂടുതൽ പഠിക്കില്ല. അങ്ങനെ തന്നെ പറഞ്ഞോളൂ. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കുന്ന ടേബിളിൽ പോയി പുസ്തകമെടുത്ത് വായിക്കാൻ തുടങ്ങി നോക്കൂ. മിനിമം അരമണിക്കൂറെങ്കിലും നിങ്ങൾ ആ പുസ്തകം വായിച്ചിട്ടേ അവിടെ നിന്ന് എഴുന്നേൽക്കുകയുള്ളൂ. ആദ്യപടി തന്നെ മുന്നോട്ട് വയ്ക്കുക എന്നതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമെന്നും നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. ഇത് നമ്മൾ മാത്രമല്ല, വിശ്വപ്രസിദ്ധമായ മനഃശാസ്ത്രജ്ഞരും ഗവേഷകരും അതുപോലെ സെൽഫ് ഇംപ്രൂവ്മെന്റ് കോച്ചുകളും വിശ്വസിക്കുന്നതും അതുപോലെ തന്നെയാണ്. നമ്മൾ നല്ല രീതിയിൽ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മാത്രമേ ഇനിയും പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുവാൻ നമുക്ക് മോട്ടിവേഷൻ പ്രാപ്തമാകുകയുള്ളൂ എന്ന സത്യം. നമ്പർ 3, 1 ഹാബിറ്റ് അറ്റ് എ ടൈം. നല്ല ശീലങ്ങൾ ജീവിതത്തിൽ പകർത്താൻ നമുക്ക് മുന്നിൽ ധാരാളം ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന മോശമായ ശീലങ്ങളുടെ ലിസ്റ്റും വളരെ വലുതായി നമുക്ക് മുന്നിലുണ്ട്. പലപ്പോഴും നമ്മൾ എല്ലാ ദുശീലങ്ങളെയും ഒറ്റയടിക്ക് ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കും. അതുപോലെ തന്നെ എല്ലാ നല്ല ശീലങ്ങളെയും ഒറ്റയടിക്ക് ജീവിതത്തിൽ പകർത്താനും ശ്രമിക്കും. ഏതുപോലെ എന്നാൽ സ്വയം ചിന്തിക്കാൻ തുടങ്ങും: ഇനി മുതൽ ഫോൺ വളരെ കുറച്ച് ഉപയോഗിക്കുകയുള്ളൂ എന്ന്. ദിവസവും അത് രാവിലെ എഴുന്നേൽക്കുമെന്ന്. ദിവസവും രാവിലെ എഴുന്നേറ്റ് കുറച്ചെങ്കിലും പഠിക്കും എന്ന്. ദിവസേന രാവിലെ 1 മണിക്കൂർ എക്സർസൈസ് ചെയ്യുമെന്ന്. ഇതേപോലെയുള്ള ചിന്തകളൊക്കെ നമ്മൾ വയ്ക്കും. ഞാൻ എൻ്റെ മോശമായ അഡിക്ഷൻസിനെ എല്ലാം ഉപേക്ഷിക്കും. ദിവസവും സെൽഫ് ഹെൽപ്പ് ചെയ്യുന്ന ബുക്കുകൾ എന്തെങ്കിലും ഒന്ന് ഞാൻ പഠിക്കും. സ്വന്തം പാഷൻ എന്താണോ അതിൽ 1 മണിക്കൂറെങ്കിലും ദിവസവും പ്രവർത്തിക്കും. ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ മാത്രമേ കഴിക്കുകയുള്ളൂ. ഇങ്ങനെ പലതരത്തിലുള്ള ചിന്തകൾ നമ്മൾ സൃഷ്ടിക്കുവാൻ തുടങ്ങും. അതോടൊപ്പം തന്നെ ഇതിലെ 10 ശീലങ്ങളെയെങ്കിലും ഒറ്റയടിക്ക് പ്രാവർത്തികമാക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കാനും തുടങ്ങും. എന്നാൽ മുന്നോട്ട് പോകവേ നടക്കാൻ പോകുന്ന കഥ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ അല്ലേ? ആ 10 ശീലങ്ങളുടെ ലിസ്റ്റിലെ ഒരു ശീലം പോലും കൃത്യമായി ചെയ്ത് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കാതെ വരുന്നതായി തോന്നിത്തുടങ്ങും. ഏറ്റവും നല്ലതും നിങ്ങൾക്ക് പ്രാവർത്തികമാക്കാൻ പറ്റുന്നതുമായ കാര്യം എന്താണെന്ന് വെച്ചാൽ കേവലം ഒരേ ഒരു കാര്യത്തെ മാത്രം, ഒരു ശീലത്തെ മാത്രം കൺസിസ്റ്റൻ്റായി ചെയ്ത് അതിനെ ജീവിതത്തിൽ ഉറപ്പിക്കാൻ ശ്രദ്ധിക്കുക.
ഉദാഹരണത്തിന് ദിവസവും 1 മണിക്കൂർ പഠിക്കുക, അല്ലെങ്കിൽ 1 മണിക്കൂർ എന്താണോ നിങ്ങളുടെ പാഷൻ അതിനുവേണ്ടി പ്രവർത്തിക്കുക. അങ്ങനെ ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് 100% ആ കാര്യത്തിൽ മികവ് പുലർത്താൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക. അതിനുശേഷം നിരീക്ഷിച്ച് നോക്കിക്കോളൂ. ആ ഒരു ശീലം 100%മായി ജീവിതത്തിൽ പാലിക്കാൻ നിങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ ഒട്ടുമിക്ക പ്രശ്നങ്ങളും ജീവിതത്തിൽ നിന്ന് മാറുന്നതായി കാണാം. എപ്പോഴാണോ ആ ഒരു ശീലം നിങ്ങൾ സ്വയത്തിൽ ഉറപ്പിക്കുന്നത്, സ്വയമേവ മറ്റ് ശീലങ്ങളെയും ഇതുപോലെ തന്നെ ഓരോന്നായി നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് പകർത്താനുള്ള ധൈര്യവും ഉന്മേഷവും കിട്ടാൻ തുടങ്ങും. നമ്പർ 4, ഫോളോ യുവർ ഹേർട്ട് ലെസ്, ഫോളോ യുവർ മൈൻഡ് മോർ. ആരെല്ലാം ജീവിതത്തിൽ വളരെ ഉയർന്ന തലത്തിൽ എന്തെങ്കിലും പ്രാപ്തമാക്കിയിട്ടുണ്ടോ അവരെ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാൻ പറ്റും, അവർ തൻ്റെ ബുദ്ധിയെയും മനസ്സിനെയും ബാലൻസിൽ കൊണ്ടുപോകാൻ ശ്രമിച്ചവരായിരിക്കും. ജീവിതത്തിൻ്റെ ഉദ്ദേശത്തെ ബന്ധപ്പെടുത്തിയിട്ടുള്ള തീരുമാനങ്ങൾ ഹൃദയത്തോട് ചോദിക്കണം. അതുപോലെ തന്നെ ലോജിക്കലായി തീരുമാനങ്ങൾ ബുദ്ധിയോടും ചോദിക്കണം. അഥവാ നിങ്ങൾ ജീവിതത്തിൽ മികവ് പുലർത്തണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിനുവേണ്ടി പ്രവർത്തിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ആ തീരുമാനം വന്നിരിക്കുന്നത് ഹൃദയത്തിൽ നിന്നാണ്, മനസ്സിൽ നിന്നാണെന്ന്. എന്നാൽ വളരെ ഉയർന്ന തലത്തിൽ ആ കാര്യത്തിൽ തന്നെ എത്തിച്ചേരുന്നതിന് വേണ്ടി പ്രാക്ടിക്കലായ പ്ലാനിൻ്റെ ആവശ്യകതയുണ്ട്, ബുദ്ധിയുടെ ആവശ്യകതയുണ്ട്. ദിവസവും ഏതെങ്കിലും ഒരു കാര്യത്തെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി മാറ്റുക, അതിനെ തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് കൺസിസ്റ്റന്റ് ആക്കി ജീവിതത്തിൽ മാറ്റുക. നമ്മുടെ ഹൃദയത്തിന് ഒരേ കാര്യം ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അത്ര ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല. ഹൃദയമല്ലെങ്കിൽ മനസ്സ് ആ സമയത്ത് നിങ്ങളോട് പറയാൻ തുടങ്ങും, മതി, ഇതൊന്നും എനിക്കിങ്ങനെ സ്ഥിരമായി ചെയ്യുന്നത് ഇഷ്ടമല്ല എന്ന്. അങ്ങനെയുള്ള സാഹചര്യം വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്നാൽ നമ്മുടെ മനസ്സ് നമ്മളെ ചുറ്റിത്തിരിയാൻ വേണ്ടി പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആ സമയത്ത് ലോജിക് മൈൻഡ് എന്താണ് പറയുന്നത് അതാണ് ശ്രദ്ധിക്കേണ്ടത്. അത് ശരിയായത് മാത്രമേ പറഞ്ഞു തരൂ. ആ സമയത്ത് നമ്മൾ പ്രവർത്തിക്കണമോ വേണ്ടയോ എന്നത് ലോജിക് മൈൻഡാണ് നിങ്ങൾക്ക് പറഞ്ഞു തരിക. ജീവിതത്തിൽ ചില സാഹചര്യങ്ങളിൽ ഹൃദയം നിങ്ങളോട് പറയാൻ തുടങ്ങും, മതി, ഇത് ചെയ്യണ്ട. എന്നാൽ ബുദ്ധി ഒരു ഭാഗത്ത് നിന്ന് പറയാൻ തുടങ്ങും, ഇത് ആവശ്യമാണെന്ന്. 99% വ്യക്തികളും ഈ സമയത്ത് മനസ്സ് പറയുന്നതേ കേൾക്കുകയുള്ളൂ. അങ്ങനെയുള്ള വ്യക്തികൾ പലപ്പോഴും ജീവിതത്തിൽ പല സ്ഥലങ്ങളിലും തടസ്സം വന്നതായി, എവിടെയെങ്കിലുമൊക്കെ കുടുങ്ങി നിൽക്കുന്നതായിട്ടും കാണാൻ സാധിക്കും. എന്നാൽ താങ്കൾ ഒരു സ്മാർട്ടായ വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഹൃദയം പറയുന്നത് വളരെ കുറച്ചും 100-ൽ 90% ബുദ്ധി പറയുന്നതുമാണ് കേൾക്കേണ്ടത്. ബാക്കി 10% പർപ്പസ്ഫുള്ളായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഹൃദയം പറയുന്നത് കേട്ടോളൂ. നമ്പർ 5, കൺസിസ്റ്റൻസി ഈസ് ബോറിംഗ്. വിരാട് കോഹ്ലി പോലും പറയാറുണ്ട്, കൺസിസ്റ്റൻസി എന്നത് വളരെ ബോറിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ ഇതേ കൺസിസ്റ്റൻസി തന്നെയാണ് എന്നെ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ക്യാപ്റ്റനാക്കി മാറ്റിയത്. ഒരേ കാര്യത്തെ തുടർന്ന് ജീവിതത്തിൽ ചെയ്തുകൊണ്ടുവരിക എന്നത് കേൾക്കുമ്പോഴും ചിന്തിക്കുമ്പോഴും വളരെ രസകരമായി തോന്നിയേക്കാം. എന്നാൽ പ്രാവർത്തികമാക്കി മാറ്റാൻ തുടങ്ങുമ്പോൾ കുറച്ച് സമയം കഴിഞ്ഞാൽ ബോറിംഗ് ആണെന്ന് അനുഭവമാകാൻ തുടങ്ങും. നിങ്ങൾക്ക് ആ കാര്യം എത്ര തന്നെ ഇഷ്ടപ്പെട്ടതാണെങ്കിലും കുറച്ചു കഴിഞ്ഞാൽ മടുക്കുന്നു എന്ന് തോന്നും. എന്നാൽ ഇത് മനുഷ്യ സ്വഭാവമാണ്. ഉദാഹരണത്തിന് നോക്കിയാൽ നിങ്ങൾക്ക് ഐസ്ക്രീം, ചോക്ലേറ്റ്, പിസ്സ ഇതെല്ലാം എത്ര തന്നെ പ്രിയപ്പെട്ട സാധനങ്ങളാണെങ്കിലും നിങ്ങൾ ആ ഒരേ സാധനം ദിവസവും 3 നേരവും മാസങ്ങളോളം കഴിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് ആ സാധനത്തോട് പതുക്കെ പതുക്കെ വെറുപ്പ് വരാൻ തുടങ്ങും. ഏത് കാര്യമാണോ ഓൾറെഡി നിങ്ങൾക്ക് ജീവിതത്തിൽ ബോറിംഗ് ആണെന്ന് തോന്നി തുടങ്ങിയിട്ടുള്ളത്, എങ്ങനെ നിങ്ങൾക്ക് കുറേ കാലത്തേക്ക് അതിനെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ സാധിക്കും? അതിനാൽ ഏതൊരു കാര്യത്തെയും കൺസിസ്റ്റൻ്റായി ജീവിതത്തിൽ പ്രാവർത്തികമാക്കി നോക്കുന്നതിന് മുമ്പായി തന്നെ ആദ്യം നിങ്ങൾ ആ കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കണം. ഒരു മൈൻഡ് സെറ്റ് അതിനുവേണ്ടി ഉണ്ടാക്കിയെടുക്കണം. ആദ്യം തന്നെ അവനവനോട് പറയണം, കൺസിസ്റ്റൻ്റായി ഒരു കാര്യം ചെയ്തു കൊണ്ടിരിക്കുക എന്നത്. ബോറിംഗ് ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്, അത് മടുപ്പ് തോന്നുന്നു, വേണ്ട എന്ന് തോന്നുന്നു എന്നെല്ലാം ചിന്തിക്കുമ്പോഴും നിങ്ങൾ അവനവനോട് പറയണം, മടുത്താലും ചില കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യേണ്ടതായിട്ട് തന്നെയുണ്ട്, അത് ഇന്നല്ലെങ്കിൽ നാളെ ചെയ്യേണ്ടതായി തന്നെ വരും. അഥവാ ഞാൻ ചെയ്യുന്നില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് പോയാൽ വീണ്ടും നമ്മൾ പഴയതുപോലെ ആലസ്യം കാണിക്കുന്നവനായി മാറും. എനിക്കിത് ബോറിംഗ് ആണോ അല്ലയോ എന്നത് വിഷയമേ അല്ല, കാര്യം ഇവിടെയാണ് കിടക്കുന്നത്. ആ കാര്യം ഇന്ന് നിങ്ങൾ എത്രത്തോളം ഊർജ്ജസ്വലതയോടെ ഇഷ്ടത്തോടെ 100% ചെയ്തു എന്നത്. അഥവാ ഇതേ കാര്യത്തെ നിങ്ങൾ മനസ്സിരുത്തിക്കൊണ്ട് 100% ഇഷ്ടത്തോടു കൂടി കഷ്ടപ്പാടുണ്ടെങ്കിലും ചെയ്തുകൊണ്ടിരുന്നു നോക്കൂ. തീർച്ചയായും ഈ ശീലം നിങ്ങളെ നാളെ ഒരു ചാമ്പ്യനാക്കി മാറ്റും. ഇത് സത്യമാണ്. മുഹമ്മദ് അലിയെ പോലെ അല്ലെങ്കിൽ വിരാട് കോഹ്ലിയെ പോലെ നിങ്ങളും ആയിത്തീരും. ഹായ്, ഒന്നുകൂടി അവസാനമായിട്ട് റിമെമ്പർ ചെയ്യാണ്, ഫാസ്റ്റ് റീബൂട്ട് മെന്ററിംഗ് പ്രോഗ്രാമിലേക്കുള്ള രജിസ്ട്രേഷൻ്റെ ലിങ്ക് കാര്യങ്ങളെല്ലാം തന്നെ ഡിസ്ക്രിപ്ഷനിലും പിൻ കമൻറ്റിലും കൊടുക്കുന്നുണ്ട്. രജിസ്റ്റർ ചെയ്തേക്കുക. വാട്സപ്പ് ലിങ്കും കൊടുക്കുന്നുണ്ട്, മെസ്സേജ് ചെയ്തേക്കുക. തീരുമാനം എടുക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ലക്ഷ്യത്തിലെത്തിക്കാൻ ഞങ്ങൾ കൂടെയുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ.
ഇതുവരേക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതും ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ബൈ ബൈ.